ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രണ്ടര വർഷത്തെ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആകുന്ന ഒരു ദിവസമാണ് കേട്ടോ ഒന്ന്. ബിക്കോസ് നിങ്ങൾ ഈ ഒരു ടവർ കണ്ടോ, ഈ ഒരു ടവർ ഞാനിവിടെ വന്ന് ഞങ്ങളുടെ സിറ്റിയാണ് സാൻ ആൻ്റോണിയോ ടെക്സസ്. ഇവിടെ വന്ന ശേഷം ഈ ഒരു ടവറിൽ എനിക്ക് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ഇതിൻ്റെ പേര് ടവർ ഓഫ് അമേരിക്കൻസ് എന്നാണ്. ഇതെനിക്കൊരു സർപ്രൈസ് തന്നാണ് അഖിൽ. ബിക്കോസ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 3rd വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ജാനുവരി 10th. സോ അഖിൽ ബുക്ക് ചെയ്തതാണ്. നമുക്ക് ഇവിടെ മെയിനായിട്ട് ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൾ ടൗൺ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ചാർട്ട് ഹൗസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങളൊരു ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ ഡ്രസ്സിങ് കാണുമ്പോൾ അറിയാമായിരിക്കും, അവിടെ നല്ല ഫോർമലായിട്ട് ഡ്രസ്സസ് ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അതിനൊരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ലിഫ്റ്റ് കയറി മേലേക്ക് കയറി. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആംബിയൻസ്. റൗണ്ട് ഷേപ്പിലിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് അങ്ങനെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയ്ക്ക് മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡേയിൽ സീറ്റിംഗ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ബേസിക്കലി എനിക്ക് സീ ഫുഡ് റെസ്റ്റോറൻറ്റിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ അത്രയ്ക്കും സീ ഫുഡ് ഫാനല്ല. മൊത്തത്തിൽ ആ ഒരു ആംബിയൻസും ആ ഒരു വൈബും ഒക്കെയോട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. ഇപ്പം എനിവേ ഞങ്ങൾ ഫോൺ എടുത്തിട്ട് ഇതിൻ്റെ റിവ്യൂ നോക്കി, മെയിനായിട്ടുള്ള ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്ന ഫുഡുകൾ എന്നൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മൊജിറ്റോയും ഈ ഒരു ലോബ്സ്റ്റർ ബിസ്ക്യൂ എന്ന പേരിലുള്ള ഒരു സൂപ്പും പിന്നെ മെയിൻ എടുത്ത് വിടേണ്ടത് ഈ ഒരു സാധനം കേട്ടോ, കോക്കനട്ട് ക്രഞ്ചി ഷ്രിമ്പ്. അയ്യോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ, ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ ആ 3 ടൈപ്പ് സോസ് കൂട്ടി കഴിച്ചിട്ട്. പിന്നെ ഞാൻ മെയിൻ കോഴ്സായിട്ട് ഞാൻ പറഞ്ഞത് ഇത് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു റിബ് പറഞ്ഞു കേട്ടോ. ബീഫാണോ പോർക്കാണോ എന്തോ, എനിക്ക് ആ സ്മാഷ് പൊട്ടറ്റോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്കത്ര സ്റ്റേക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അഖിൽ പറഞ്ഞത് ഏതൊരു ഫിഷിൻ്റെ, എനിക്കത് ട്യൂണയാണെന്ന് തോന്നുന്നു, ട്യൂണ ഫിഷിൻ്റെ ഒരു സംഭവം. എനിവേ അത് നൈസായിരുന്നു. അത് ആ സ്മാഷ്ഡ് പൊട്ടറ്റോ പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള സംഗതികളൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതാരും റെക്കമെൻഡ് ചെയ്ത് ഞാൻ നെറ്റിലൊന്നും കണ്ടില്ല. ഇതെൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണ്. അല്ലെങ്കിലും അവർ ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത് തന്നെ പോയി ഓർഡർ ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ സീ ഫുഡ് സാധനം അവിടെ പോയി കഴിക്കുക, അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു കോക്ടെയിലാണ് കേട്ടോ, അഖിൽ ഓർഡർ ചെയ്തതാണ് അഖിലിന് വേണ്ടിയിട്ട്. ഈ ഒരു കോക്ടെയിൽ ഇൻഫ്യൂസ്ഡ് ആൻഡ് ഫോഗ്ഡ് കോക്ടെയിലാണ്. നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ജിഞ്ചറുണ്ട്, മിൻറ്റുണ്ട്, പിന്നെ സിട്രസ് സീഡ്സ് ഉണ്ട്, റാസ്ബെറി ഉണ്ട്, പിന്നെ ഏതൊരു ടൈപ്പ് ടീ ഉണ്ട്, പിന്നെ 2 ടൈപ്സ് ഓഫ് ലിക്വറും, പിന്നെ ഹേസൽ നട്ട്സും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സാധനം പുള്ളിക്കാരി എന്താ പറയുക, വേവിക്കുക എന്നൊക്കെയാണ് പറയുന്നത്, ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നതാണെങ്കിലും ഇത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ട് മേളിലൊക്കെ ഇരിക്കുന്നവരൊക്കെ നോക്കിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു രസമുണ്ട്, നമ്മളൊരു വെറൈറ്റി ഡിഷ് ഓർഡർ ചെയ്യുന്നുള്ളൊരു ഫീൽ വരും. പിന്നെ നമ്മൾ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന റിവ്യൂസിനകത്തേക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കോക്ടെയിലായിരുന്നു കേട്ടോ ഇത്. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് അഖിൽ പറയുന്നത് നല്ല സ്ട്രോങ് ആയിരുന്നാണ് പറയുന്നത്. പിന്നെ അഖിലേക്ക് തോന്നുന്നു കുറേ കൂടെയൊക്കെ വെള്ളമൊക്കെ കുറേ കൂടെ ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത് കണ്ടത്. ഫൈനലി ഡിസേർട്ടായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഹോട്ട് ചോക്ലേറ്റ് ലാവ കേക്ക്. ഇത് അവരുടെ മറ്റൊരു സിഗ്നേച്ചർ ഐറ്റമാണ്. റിവ്യൂസിനകത്തേക്ക് മസ്റ്റ് ട്രൈ ഐറ്റം പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ബേസിക്കലി സത്യം പറഞ്ഞാൽ ഹോട്ടും കോൾഡും രണ്ടുകൂടെ മിക്സ് ആയിട്ട് വരുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമില്ല. ഇതിന് രണ്ടായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ ഭയങ്കര പിക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ പൂർത്തിയായി. ബൈ.